വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷഭേദം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങളുടെ വിധികർത്താക്കളാകുകയുമല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു. സമ്പന്നരല്ലേ നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നത്? അവരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്? അവരല്ലേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല നാമം ദുഷിപ്പിക്കുന്നത്? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ പക്ഷഭേദം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു. നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു. എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ? നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമലംഘകനായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു ഗുണമാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നമായിരിക്കുകയും അനുദിന ഭക്ഷണമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? അതുപോലെ പ്രവൃത്തികൾ കൂടാതുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നാൽ ഒരുവൻ ഇങ്ങനെ പറഞ്ഞേക്കാം: നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവോ? നമ്മുടെ പിതാവായ അബ്രാഹം പ്രവൃത്തികളാൽ നീതിമത്കരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ ബലിയർപ്പിച്ചതുവഴിയല്ലേ? അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളോടൊപ്പം വ്യാപരിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ കാണുന്നുവല്ലോ. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന ലിഖിതം നിറവേറി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ നീതിമത്കരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലാണ്, വിശ്വാസം കൊണ്ട് മാത്രമല്ലെന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ റാഹാബ് എന്ന വേശ്യ ദൂതന്മാരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതിമത്കരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധി നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെന്നി വീഴുന്നു. ആരെങ്കിലും സംസാരത്തിൽ തെന്നി വീഴുന്നില്ലെങ്കിൽ തൻ്റെ ശരീരം മുഴുവൻ തന്നെയും നിയന്ത്രിക്കാൻ കഴിയുന്ന പൂർണ്ണനായ മനുഷ്യനാണവൻ. നമ്മെ അനുസരിക്കുന്നതിനു വേണ്ടി കുതിരകളുടെ വായിൽ കടിഞ്ഞാണിടുമ്പോൾ അവയുടെ ശരീരം മുഴുവനും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച്
ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ തിരിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ഒരു തീപ്പൊരി എത്ര വലിയ വനമാണ് ചാമ്പലാക്കുക? നാവ് തീയാണ്. ഈ നാവ് നമ്മുടെ അവയവങ്ങളിൽ അനീതിയുടെ ലോകമാണ്. അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഇത് ജീവിതചക്രം ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ മനുഷ്യരിൽ ആർക്കും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. അതുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതുകൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മാധുര്യമുള്ളതും കയ്പുള്ളതും പുറപ്പെടുവിക്കുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളം മധുരമുള്ളതാക്കാനാകുമോ? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി ജ്ഞാനത്തിൻ്റെ സൗമ്യതയിൽ തൻ്റെ പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹവും ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവുമുണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും സൗമ്യവും വിധേയത്വമുള്ളതും കാരുണ്യവും സത്ഫലങ്ങളും നിറഞ്ഞതും നിഷ്പക്ഷവും നിഷ്കപടവുമാണ്. സമാധാനസ്ഥാപകർ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു.